പോയി നിക്കാഹ് ചെയ്തു കഴിഞ്ഞാൽ ആ പുള്ളിക്കാരിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മകളുമായിട്ടാകാം എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം എടുത്തപ്പോൾ ഒരാൾ അതിനെ ഒന്ന് വെളുപ്പിച്ചത് എങ്ങനെയാണ്? അത് ഒരു പണ്ഡിതൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എങ്ങനെ എഴുതിയിട്ടുണ്ട്? വീരുവാണോ എന്ന് പറഞ്ഞു. പണ്ഡിതൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എങ്ങനെ എഴുതിയിട്ടുണ്ട്? അത് ആ കെട്ടിയ പുള്ളിക്കാരീനെ തലാക്ക് ചൊല്ലിയ ശേഷം അല്ലെ മൊഴി ചൊല്ലിയ ശേഷം മകളെ നിക്കാഹ് ചെയ്യാമെന്നാണെന്ന്. അങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മൾ പലയിടത്തും വായിച്ചു, ഇല്ല. പക്ഷേ വീരു പണ്ഡിതനും പിന്നെ അതുപോലെ തന്നെ വീരുവിൻ്റെ ഒരു പണ്ഡിതനും പറയുകയാണ് അങ്ങനെ എഴുതിയിട്ട് അങ്ങനെ ചെയ്യാം. സോ ഇവർ ഈ പറഞ്ഞ പോലെ അള്ളാഹു പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇവരതിനെ മാറ്റി തിരുത്തുകയാണ്. അതാണ് ഇപ്പോൾ സീരിയസ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ആരോ മൈക്ക് എടുത്തല്ലോ? ഞാനാണ്. അവിടെ ഇരുന്ന അറബിയിൽ എഴുതിയ പേരുള്ളവനെ ആരടിച്ച് തോട്ടിക്കളഞ്ഞ്? മാരി ജീസസ് മേളിൽ കയറി വന്ന് പറയൂ, ഞങ്ങള് എന്തോ ആണ് കള്ളം പറയുന്നത്, മേളിൽ കയറി വന്ന് പറയൂ, തെളിയിക്കൂ. അറബിയോടെ ഉണ്ട്. അതെ, ഇൻഷാള്ള മണിപ്പൂർ 10,000 ഒക്കെ കുഴപ്പമില്ല, അവരുടെ കാര്യം പറയാനുള്ളൂ. ജോസഫ് ബാഷിന്റെ കൈ വെട്ടിയ പോലെ ഇനിയും ആഘോഷം നടത്താനാണെങ്കിൽ നടത്തിക്കോ. നമ്മള് മേളിലോട്ട് കയറാനായിട്ട് അയ്യോ അങ്ങനെ ചെയ്യില്ലേ എന്ന് പറഞ്ഞിട്ട് വരുന്നൊന്നുമില്ല. അതല്ലേ അറിയുള്ളൂ. വാളിന്റെ കീഴിൽ വാളിന്റെ ബലത്തിൽ വളർന്ന മതത്തിന് അതേ ചെയ്യാൻ പറ്റുള്ളൂ. ആശയത്തെ ആശയം കൊണ്ട് നേരിടാനുള്ള ഗഡ്സ് ഇല്ല, ട്രൗസർ കീറിപ്പോവും. അപ്പൊ അതുകൊണ്ട് അടുത്തത് അതേ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പൊന്നുമോൻ കോഴി ന്യൂസ് ഒരു കാര്യം ചെയ്യേ, അപ്പുറത്തോട്ട് മാറി ഇരുന്നങ്ങ് മുട്ടയിട്ട് കൂട്ട, മനസ്സിലായില്ലേ? വല്ലപ്പോഴൊക്കെ 2 ഓംലേറ്റ് അടിച്ച് തിന്നാം. കാരണം ഇബിലീസ് മുട്ടയിടല് നിർത്തിയല്ലോ. ഇപ്പൊ അതിനൊരം കോഴിയാവോ മുട്ടയിടുന്നത്, നിസോ മുട്ടയിടുന്നത്. മറ്റേ പുള്ളി അവിടെ ഇരിക്കുന്നു. അല്ല ഡാറ്റ ഒരു സെക്കൻഡ്. ആ അറേബ്യൻ ഹോക്ക്, അറേബ്യൻ പരുന്തിങ് കയറി വന്നേ. സക്കർ ഫാൽക്കൺ, അത് തന്നെ. മിഡിൽ ഈസ്റ്റ് ഡാറ്റയുമായിട്ട് നീങ്ങുവാ. വാ കയറി വാ, നമുക്ക് ആ ഡേറ്റ ഒന്ന് നോക്കാം. അത് ശരി. ഇപ്പൊ തിരിച്ച് RSS ഗർഭാപ്പസിയാക്കും ക്രൈസ്തവർ. എന്തോ ആയിക്കോട്ടെ, ഞങ്ങൾക്കൊന്നും പ്രശ്നമല്ല. ഇങ്ങ് വാന്നേ. പുള്ളി മേളില് വേറൊരു കാര്യം, ഞാൻ അതാ തപ്പണ വരേണ്ടപ്പോഴത്തേക്ക് കൈ അടിച്ചു കളഞ്ഞു. മണിപ്പൂർ നിങ്ങൾക്കുള്ള ആർമിന്റെ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യുന്നത്. മണിപ്പൂർ നിങ്ങൾക്കുള്ള പാഠമാണ്. അപ്പൊ അഫ്ഗാനിസ്ഥാൻ നിങ്ങൾക്കുള്ള എന്നാ ഗോളമാണോ? അല്ല പാടല്ല, അത് നോട്ട്ബുക്ക്. അഫ്ഗാനിസ്ഥാൻ മാത്രമാണ്, ഇറാഖ്, സിറിയ, തുർക്കി മറക്കല്ല. തുർക്കിയിൽ വൻ വിപ്ലവമാണ് ആരംഭിച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ മാത്രം. ചോദിച്ചോളൂ. അതിനു മുൻപ് ജംഷീർ ഷാ കേറി വാ. പാപപരിഹാരമായ വേദന ആരെയും മൈക്ക് ഓണാക്കി വെച്ചേക്കുന്നേ? അല്ലല്ല മറ്റേ ട്രൂത്ത് ബ്രദറിന്റെ ആണ് എക്കോ അടിക്കുന്നത്. ഗബ്രിയൽ ബ്രോഡ് എക്കോ അടിക്കില്ല. പാപപരിഹാരമായി വേദന അഭിനയിച്ച് യേശു പിതാവിനെ പറ്റിച്ചു. എവിടെയാണ്? ഏത് വാക്യമാണ്? അയ്യോ സോറി, എനിക്ക് പറ്റിയ അബദ്ധമാണ്. ജംഷീറിനെ ഞാൻ അറിയാണ്ട് താഴേക്കാക്കിയായി പോയതാണ്. ഒന്ന് വന്നേ ജംഷീർ, മുകളിലേക്ക് കയറി വരും. എല്ലാവരും ഒന്ന് ഇൻവൈറ്റ് ചെയ്യാമോ? വന്നിട്ടുണ്ട്. ആ വാക്യം ഒന്ന് മുന്നോട്ട് വെച്ചേ. വേറെ ഒന്നും പറയണ്ട, ആ വാക്യം മുന്നോട്ട് വെക്കണം. നിങ്ങൾ പെന്തോകളല്ലേ പറയുന്നത് യേശുവിന് സുഖമരണാണെന്ന്? വേദന ഒന്നും അനുഭവിച്ചിട്ടില്ല. ഇവിടെ വേറെ ഒരു വർത്താനവും പറയണ്ട. ആ എഴുതിയ സാധനത്തിന് തെളിവ് മുന്നോട്ട് വെക്കുക. താങ്കൾ ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 152 പേര് ഇവിടെയും 88 പേര് ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയും ഫേസ്ബുക്കിൽ 148 പേര് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. പറഞ്ഞോളൂ. ഒരു മുസൽമാന്റെ കള്ളത്തരങ്ങൾ കൈയോടെ പൊക്കി വെച്ചത് ചാറ്റ് അടക്കം എൻ്റെ ചാനലിലടക്കം ഇപ്പം ഇടാം. ചാറ്റ് അടക്കം ലൈവ് പോകുന്നവരിതൊന്ന് കാണിക്കണം. ഇവിടെ വന്ന് ഇവരുടെ ഗതികേട് കൊണ്ട് ഇവരുടെ അള്ളാഹുവിനും മുഹമ്മദിനും നിലത്ത് നൽകുക. വേറെ ആരും റിയൽ ബ്രദറെ നിങ്ങൾ വേറെ ഒന്നും ഇനിയിപ്പോൾ പോസ്റ്റ് ചെയ്യരുത്. ഈ വിഷയത്തോടനുബന്ധിച്ചുള്ള ചർച്ചയാണ്, വേറെ ഒന്നും പോസ്റ്റ് ചെയ്യേണ്ട. പാപപരിഹാരമായി
വേദന അഭിനയിച്ച് യേശു പിതാവിനെ പറ്റിച്ചു. ബൈബിൾ തെളിവ് തന്നോളൂ. ഏത് വാക്യത്തിന്റെ നിങ്ങളെ പറഞ്ഞു അടിസ്ഥാനത്തിലാണ് യേശുവിന് അത് വേദന പറഞ്ഞത്? ഉണ്ടായിട്ടില്ല. ഞങ്ങളിവിടെ ആര് പറഞ്ഞതും ഇവിടെ എടുക്കാറില്ല. ഇവിടെ ആര് പറഞ്ഞതും ഞങ്ങൾ ആര് പറയുന്നതും എടുക്കാറില്ല. നിങ്ങളിപ്പോ ഈ പറഞ്ഞാൽ മുഹമ്മദ് വിഷമടിച്ച് ചത്തു എന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ അത് എടുക്കാറില്ല. ഞങ്ങൾ ഹദീത്തുകളിൽ അങ്ങനെ ഉണ്ടോ എന്ന് പരിശോധിച്ച ശേഷം എടുക്കാറുള്ളൂ. നമ്മുടെ ഒരു സഹോദരൻ ഇവിടെ വന്നിട്ടൊരു കാര്യം പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. അതിന് തെളിവുണ്ടായിരുന്നോ? അത് ഞങ്ങൾക്ക് സംശയം തോന്നി അദ്ദേഹത്തോട് തെളിവ് ചോദിച്ചു. അങ്ങനെ തെളിവിലില്ല. അദ്ദേഹം തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരിക, അതിനുശേഷം സംസാരിച്ചാൽ മതി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലൈവ് സംഭവമാണ്, റീപ്ലൈ ആയിട്ട് നോക്കാം. ജംഷീറെ, പറഞ്ഞ സാധനത്തിന് തെളിവുണ്ടോ? നിങ്ങൾ പറയുന്ന അതാണ് തെളിവ്. ഞങ്ങൾ പറയുന്നതല്ല. ഇവിടെ ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. യേശു ക്രിസ്തു വേദന അനുഭവിച്ചിട്ടില്ല എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതന്നെ പറഞ്ഞ അടി കൊണ്ട് വേദനിച്ചു പറയുമ്പോ നിങ്ങൾ സമ്മതിക്കണേ. യേശു ക്രിസ്തുവിനെ അടി കൊണ്ടപ്പോൾ വേദനിച്ചില്ല എന്നിവിടെ ആരാണ് പറഞ്ഞത്? ഇന്നലെ ഞാൻ അടിച്ചു പറഞ്ഞപ്പോ തെളിവ് ചോദിച്ചു. ആരടിച്ചു? നാട്ടുകാരടിച്ചു എന്ന് ബൈബിളിൽ നിന്ന് ഒരു തെളിവ് തന്നേ, കാണിക്കൂ. ഇതല്ലേ തെളിവ് ചോദിക്കുന്നത്. ഇവിടെ പറയുന്ന ഒരു കാര്യത്തിന് തെളിവ് വേണമെന്ന് ജംഷീറെ. തെളിവില്ലാതെ എന്തെങ്കിലും ഒരു കാര്യം അങ്ങ് പറയാൻ പറ്റുമോ? ഉമ്മ പറഞ്ഞു തരാതെ, ഒരു മിനിറ്റ് ജംഷീറെ, ഉമ്മ പറഞ്ഞു തരാതെ വാപ്പ ആരാന്ന് അറിയാൻ പറ്റുമോ? ഇതിനൊക്കെ തെളിവ് വേണ്ടേ? അല്ലെ വഴിയോരത്ത് ആരെങ്കിലും കിടക്കുന്നവർ വന്നിട്ട് ആരെങ്കിലും വീട്ടിൽ കയറി വന്നിട്ട് വാപ്പാന്ന് കയറി, എന്റെ പൊന്നെ സഹോദരൻ ഒരു സെക്കൻഡ്, വഴിയോരത്ത് കിടക്കുന്ന ആരെങ്കിലും ഒരാൾ ഓടി കയറി, ഒരു കൊച്ചു കയറി വന്നിട്ട് വീട്ടിൽ കയറി വന്നിട്ട് വീട്ടിലെ വാപ്പാനെ വാപ്പാന്ന് വിളിച്ചു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? പറ്റിയല്ലോ. അതുപോലെ തന്നെയാണ് ഇതും. നിങ്ങളൊരു കാര്യം എന്തെങ്കിലും വായിത്താരി പറയുമ്പോൾ അതിന് തെളിവ് വേണം. ആ തെളിവൊന്ന് മുന്നോട്ട് വെക്കാനേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. താങ്കൾ ദയവായി തെളിവ് വെക്കൂ. നാട്ടുകാരെ യേശുവിനെ അടിച്ചു എന്നുള്ളതിന് തെളിവ് പോരട്ടെ. മത്തായി 27:22 വായിച്ചോളൂ. നിങ്ങൾ വായിച്ചോളൂ. അല്ല, തെളിവ് കൊണ്ടുവരുന്ന ആൾക്കാരുടെ വായിക്കേണ്ടത്. ഇത് എന്തൊരു പരിപാടിയാണ്? പ്രത്യേക ഗുണമൊന്നും കിട്ടത്തില്ല, വായിച്ചോ. ഞങ്ങൾക്ക് പ്രത്യേക ഒന്നും കിട്ടത്തില്ല, ഓഹരിയൊന്നും ഇല്ല, പ്രതിഫലമൊന്നും ഇല്ല, വായിച്ചോ. നാട്ടുകാർ അവനെ ക്രൂശിക്കാൻ തീരുമാനിച്ചു. 27 കൊണ്ടുപോയോ? ഏത് ബൈബിളാ അത്? അല്ല, 27:22 നാട്ടുകാർ അവനെ ക്രൂശിക്കാൻ കൊണ്ടുവന്നു. എവിടെ? മത്തായി 27:22. സഹോദരന്മാരെ, വാക്യം അടക്കം നിങ്ങളൊന്ന് ഇത് ചെയ്യണേ ലൈവ് കാണിക്കുമ്പോൾ. ഞാൻ പറയാലോ, വായിക്കണോ? അല്ലല്ല, വായിക്കല്ലേ. കള്ളം പറയുന്നത് ഇങ്ങനെ വന്നിട്ട് എന്താണ് ഇതൊരു മനസ്സുഖം കിട്ടുന്നത്? ഇതൊക്കെ ഇങ്ങനെ കള്ളത്തരം വായിച്ചാൽ നിങ്ങളുടെ ഖുറാനിൽ എഴുതിയേക്കണം. അല്ല, ഒരു സെക്കൻഡ്, അത് പിടിക്കേണ്ടത് ഖുറാനിലോട്ട് കയറണ്ട. നമ്മൾ ഇത് എടുത്തു പോയില്ലേ? മത്തായി 27:22 അങ്ങനെ ഒന്ന് കാണിച്ചു തന്നേ. ഇപ്പൊ ഇവിടെ വന്നിട്ട് ചാറ്റ് തൊട്ടിങ്ങോട്ട് കള്ളത്തരമാണ്. ഒറ്റ മനുഷ്യൻ പോസ്റ്റ് ചെയ്യരുത്. പുള്ളി വായിക്കട്ടെ, യേശുവിന്റെ നാട്ടുകാർ തല്ലി എന്നുള്ളത് വായിക്കട്ടെ. ഇനി വേറൊരു വിഷയം ചാറ്റിൽ ഇടരുത് സഹോദരന്മാരെ. ഒറ്റ സെക്കൻഡ് ജംഷീറെ, ഒറ്റ സെക്കൻഡ്. ഇവിടെ ചാറ്റിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തോട്ടെ. വേറെ ഒരൊറ്റ വിഷയം ചാറ്റിൽ കമന്റ് വരാൻ പാടില്ല. വേറെ ഒറ്റ വിഷയം ചാറ്റിൽ കമന്റ് വരാൻ പാടില്ല. ഇല്ല, ചാറ്റ് ഓഫ് ചെയ്തില്ല നമ്മുടെ ഇവിടെ. കാരണം നമ്മുടെ ഓഡിയൻസിനോടെ മച്ചാനെ ഞാൻ റൂമിൽ നിന്ന് റിമൂവ് ചെയ്യാണ്, പറഞ്ഞിട്ട് അങ്ങ് റിമൂവ് ചെയ്യാണ്. അൺവാണ്ടഡ് അൺപാർലമെന്ററി വേർഡ്സ്, ഗെറ്റ് ഔട്ട്. ഇവിടെ വേറെ ഒന്നും നിങ്ങൾ ചാറ്റിൽ ഇടരുത്. നിലവിലുള്ള സംഭാഷണങ്ങൾ മാത്രം. ആരും സ്പീക്കേഴ്സിൽ ഇരിക്കുന്ന ആരെയും, ഏത് പക്ഷത്തു നിന്നുള്ള ആളാണെങ്കിലും നിങ്ങൾ മോശമായി സംസാരിക്കരുത്. ട്രോള് പോന്നോട്ടെ, കുഴപ്പമില്ല, കാര്യങ്ങൾ പോരട്ടെ. യെസ്. നാട്ടുകാർ പറഞ്ഞു അവനെ ക്രൂശിക്കുക. 22 വായിക്കേ. മുഴുവൻ വായിക്കൂ സഹോദരാ. എന്റെ പോയിന്റ് അവനെ ക്രൂശിക്കുക. നാട്ടുകാർ പോയിന്റ് അല്ല, വാക്യം അങ്ങ് വായിക്കേ. നാട്ടുകാർ യേശുവിനെ തല്ലി എന്നുള്ള വാക്യം കാണട്ടെ ഒന്ന്. തല്ലിച്ചു. അത് വായിക്കുന്ന എവിടെ തല്ലിച്ചു ഒന്നുമില്ല, വേറെ ഒരു വർത്താനവും അവിടെ യേശുവിനെ തല്ലിച്ചു ആയിക്കോട്ടെ. ഗബ്രിയേൽ ബ്രോ 27:22 അങ്ങോട്ട് വായിക്കേ സഹോദര. വായിച്ചോ, അടുത്തോട്ട് വായിച്ചോ, എന്തായാലും വായിച്ചോ. 27 മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 22-ാം വാക്യം വായിക്കുക. വായിക്കട്ടെ.
വായിക്കുമ്പോ ആരോ പേസ്റ്റ് ചെയ്യുമ്പോ അപ്പൊ ആരോ ഡിലീറ്റ് ചെയ്യണ്. നിങ്ങൾ വായിക്കാനല്ലോ പറഞ്ഞ, അത് പേസ്റ്റ് നോക്കി ചെയ്യാനല്ലോ പറഞ്ഞേ. അത് നിങ്ങൾ നോക്കിയിട്ടാണ് വായിക്കാൻ വായിക്കുന്നത്. പേസ്റ്റ് ഉണ്ടാന്നേ, നിങ്ങൾ വായിച്ചാൽ മതി. ഇവിടെ എല്ലാവരുടെയും അത് ബൈബിൾ നോക്കിയിട്ടാ ഉണ്ട്. വായിക്കാൻ നിക്കുന്നത്. വേണ്ട, അത് ബൈബിൾ നോക്കിയിട്ടാ ഉള്ളത് വായിക്കാൻ നിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഇരിക്കുമല്ലോ, അങ്ങോട്ട് വായിച്ചോ നോക്കിട്ട്. ബൈബിളൊന്നുമില്ല, ഞാൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ആണ്. ആ കോപ്പി പേസ്റ്റ് നിങ്ങളുടെ കയ്യിലോട്ട് തന്നെ പേസ്റ്റ് ചെയ്തിട്ട് അങ്ങ് വായിച്ചാൽ മതി. ഇവിടെ മെസ്സേജ് ഇട്ടിട്ട് അത് കോപ്പി പേസ്റ്റ് വായിക്കണ്ട, ആ, കോപ്പി ആ, ചെയ്യുമ്പോൾ അങ്ങ് വായിച്ചാൽ മതി, പേസ്റ്റ് ഉണ്ടാ. അല്ല അപ്പൊ നിങ്ങൾക്ക് അടി കിട്ടിയില്ല എന്നാണ് പറയണേ. ചോദിച്ചിട്ട് വേറെ താങ്കൾ അങ്ങ് വർത്താനമൊന്നുമില്ല. വായിക്കുക, വേറെ വർത്താനമില്ല, വായിക്കുക. ആ നാട്ടുകാർ പറഞ്ഞു അവനെ ക്രൂശിക്കുക. ഈ മത്തായി 27:22. മര്യാദക്ക് വായിക്കത്. നാട്ടുകാർ മര്യാദ പറഞ്ഞു അവനെ 22 ക്രൂശിക്കുക. സഹോദര അങ്ങനെ അല്ല, നോടില്ല. ഓഡിയൻസിലേക്ക് ഒരു പോൾ വിടുകയാണ്. ഓഡിയൻസ് പോളാണ്. ബാറ്റ്മാൻ ഇവിടെ എങ്ങനെ ഡിസ്കഷൻ നടത്തണമെന്ന് ഞങ്ങൾക്കറിയാം, അതിലിടപെടണ്ട. മോഡറേറ്റേഴ്സ് ഇവിടെ 5-6 പേരുണ്ട്. ഓക്കെ, ഓഡിയൻസ് പോളാണ്. നാട്ടുകാർ പറഞ്ഞു അവനെ ക്രൂശിക്കുക. മത്തായി എഴുതിയ സുവിശേഷം 27-22 ആർക്കെങ്കിലും അങ്ങനെ ഉണ്ട്, ആരുടെങ്കിലും ബൈബിളിലുണ്ട് എന്നുണ്ടെങ്കിൽ 1 എന്ന് പോസ്റ്റ് ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ 2 എന്ന് പോസ്റ്റ് ചെയ്യുക. അവൻ ജംസീർ തന്നെ 2 ഇട്ടിട്ടുണ്ട്. അവൻ തന്നെ ഇപ്പൊ കള്ള പറഞ്ഞ അവൻ സമ്മതിച്ചു. ദേ ഇപ്പൊ ഒന്നാക്കി. എടാ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിക്കടാ, എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിക്കടാ. ആദ്യം 2 ഇട്ടിട്ട് ഇപ്പൊ ഒന്നിടന്നാണോ അവരുടെ നിനക്ക്? ഇത് എന്തുവാടെ ഇത്? എന്നാ ശരി, നാട്ടുകാരെ അടിക്കണ്ടെന്ന് പറഞ്ഞു. വായിക്കണം. നാട്ടുകാരെന്നൊരു വാക്ക് ഈ അധ്യായത്തിൽ ഇല്ലല്ലോ സഹോദര. അച്ചമുഞ്ചാനെ ചെവിക്ക് പിടിച്ച് പുറത്തേക്ക് ഇറക്കി വിടൂട്ടോ. അച്ഛനും ചായ എന്താ പണിയാ കാണിക്കുന്നത്? അടി മേടിക്കുവേ. വായിക്കട്ടെ അച്ഛൻ കുഞ്ഞു ബ്രദറെ, അദ്ദേഹം വായിക്കട്ടെ, അദ്ദേഹം കൊണ്ടുവന്ന തെളിവല്ല. അവിടെ പോസ്റ്റ് ചെയ്യാം. നാട്ടുകാർ അവനെ ക്രൂശിക്കണ്ടെന്നാ പറഞ്ഞു. മര്യാദക്ക് വായിക്കാച്ചു. ഞാനൊരു വീട്ടിലാണ്. ശരി, ഏത് വീട്ടിലിരുന്നിട്ട് ഇത് ചെയ്യാലോ? വായിച്ചോ, അവരും കേക്കട്ടെ. ഈ പച്ചക്കള്ളത്തരം പറഞ്ഞ അവരും അറിയട്ടെ അങ്ങനെ ഒരുത്തരെ വീട്ടിൽ കയറ്റി ഇരുത്തേക്കണെന്നുള്ളത്. കാര്യം ഇതിപ്പോൾ ഇങ്ങനെ ആ വീട്ടുകാരുടെ മുമ്പിൽ ആള് കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു പോയി. ഇനിയിപ്പോൾ വായിക്കുമ്പോൾ അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ ആ വീട്ടുകാരെ എടുത്തിട്ട് പുള്ളീനെ അടിച്ചു വന്നാലോ? ആയത്തൊക്കെ ആട് നിന്ന് പോയിട്ടോ, ഓർമ്മ വേണോട്ടോ. തെളിവ് തരാന്ന് പറഞ്ഞ് മുങ്ങിയ ആളാ, ഇതുവരെ തെളിവ് കൊണ്ട് വന്നില്ല കേട്ടോ. മിസ്റ്റർ അജ്മൽ, പേര് മാറ്റി ജംഷീർ എന്നിട്ടാണ് നടക്കുക, കൊച്ചു കള്ളൻ. വായിക്കുക ജംഷീർ ഉറക്കം വായിക്കുക, വീട്ടിലുള്ളവർ അറിയട്ടെ. പോയി. ഓക്കെ, കൺക്ലൂഷൻ വെക്കാം. ഓക്കെ, കൺക്ലൂഷൻ വെക്കാം. ഒറ്റ സെക്കൻഡ് ഞാൻ വായിക്കാം കേട്ടോ. 21 തൊട്ട് വായിക്കാം. നാടുവാഴി അവരോട്, ഈ ഒരുവരിൽ ആരെ ഏവനെ വിട്ടു തരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് ബറബാസിനെ എന്നവർ പറഞ്ഞു. പീലാത്തോസ് അവനോട്, 22 വായിക്കണേ. പീലാത്തോസ് അവരോട്, എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണം എന്ന് എല്ലാവരും പറഞ്ഞു. അവർ ചെയ്ത ദോഷം എന്ത് എന്ന് അവൻ ചോദിച്ചു. അവനെ ക്രൂശിക്കണം എന്ന് അവർ ഏറ്റവും നിലവിളിച്ചു. ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണുക കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. ഇതിനകത്ത് എവിടെയാ നാട്ടുകാർ എടുത്തിട്ട് തല്ലിന്നുള്ള, നാട്ടുകാർ തല്ലിച്ചു എന്നുള്ള എവിടെയാ? തല്ലിച്ചെന്നോ നാട്ടുകാർ ക്രൂശിക്കാൻ കൊണ്ടുപോയി എന്നൊക്കെയാ പുള്ളി പറഞ്ഞത്. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണ്ടേ? അത് 24 വായിച്ചു, അതിനകത്തൊന്നും അങ്ങനത്തെ വാക്കുകളില്ല. അപ്പൊ മോനെ അജു, ആവശ്യമില്ലാത്ത ഡയലോഗുമായിട്ട് വല്ല വീട്ടിലും ചെന്നിരുന്ന് അന്യ വീട്ടിൽ പോയിരുന്നിട്ട് അവിടെ ആള് കളിക്കാൻ നോക്കരുത്. അവരെടുത്ത് പഞ്ഞിക്കിടും.